ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയ പ്രവീണ. ഇന്നലെ വീക്ഷണത്തിന്റെ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. UDF-നെ ക്ഷണിച്ചുകൊണ്ട് വീക്ഷണം മുഖപത്രം എഴുതിയിരുന്നു. അതിൽ ജോസ് കെ മാണിയെ യഥാർത്ഥത്തിൽ ഒന്ന് കുത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് മാണിയെ ക്ഷണിച്ചിരുന്നത്. ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രതിച്ഛായ എന്ന മുഖപത്രം തിരിച്ച് വീക്ഷണത്തിന് മറുപടി നൽകുന്നുണ്ട്. ആ മറുപടിയിൽ രൂക്ഷമായ വിമർശനമാണ്. ചില വിഷവീക്ഷണം പുലർത്തുന്നവർ കോൺഗ്രസിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിച്ഛായ പറയുന്നുണ്ട്. എന്തായാലും UDF-ൽ ആത്മാഭിമാനമുള്ള ആളുകൾക്ക് UDF-ലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് പ്രതിച്ഛായ പറയുന്നത്. വീക്ഷണത്തിന്റെ സ്വാഗതത്തിന് പ്രതിച്ഛായയുടെ മറുപടി എങ്ങനെയാണ് പ്രിയ പ്രവീണ? വളരെ കൃത്യമായി UDF നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി കുത്തും കോമയും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് പ്രതിച്ഛായ എന്ന ദ്വൈവാരിക ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മറുപടി പറയുന്നത്. വിഷപ്രചാരകരായി വിഷവീക്ഷണത്തോടെയുള്ള പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയതാണ് വീക്ഷണത്തിന്റെ ലേഖകന് സംഭവിച്ച കാര്യം എന്നുള്ളതാണ് പറയുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമായിരുന്നു ഈ ഒരു ക്ഷണപത്രം എന്നുള്ളതും പറയുന്നുണ്ട്. മാത്രവുമല്ല, ആത്മാഭിമാനമുള്ള ആരെങ്കിലും UDF-ലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള ചോദ്യം എറിയുന്നതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് LDF-നുള്ള മുന്നറിയിപ്പായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വരികൾക്കിടയിലൂടെ വായിക്കുകയും ചെയ്യാം. ആ പറയുന്നത് LDF-ലേക്ക് വന്ന ശേഷം കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ നിലപാടെടുത്ത് LDF-ലേക്ക് വന്ന ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDF അമ്പേ പാളി. മിക്കയിടങ്ങളിലും ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ UDF-ന് സീറ്റുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ സ്ഥലത്ത് LDF-ന് വൻ നേട്ടമുണ്ടായി. ചരിത്രത്തിലാദ്യമായി, കേരള ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാരിന് തുടർഭരണം ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി മുഖപത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. UDF-ന് കൃത്യമായ മറുപടി നൽകുന്നതിനൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ LDF മുന്നണി എന്ത് തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അവരുടെ മുഖവാരികയായ പ്രതിച്ഛായയിൽ കൂടി കേരള കോൺഗ്രസ് എം നേതാക്കൾ നൽകുന്നത്.